ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ കുഞ്ചി. അപ്പോൾ വീണ്ടും ഒരു പോസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണും. അതിന് മുമ്പ് ടൂൾസ് ഒക്കെ വയ്ക്കട്ടെ, നമുക്ക് തുടങ്ങാം. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിലെ നീ എന്റെ മുറിയിൽ കയറിയൊന്നും അറിവണ്ട. എന്തിനാ നമുക്ക് കയറിയ എന്തോ മണി മുഴങ്ങണത്. എന്താണ് മോനെ കുണ്ടി പൊളിയുന്നതിന് ഇത്രക്ക് നല്ല എക്സ്പ്രഷൻ ഇടണോടാ. എന്റെ പൊന്നി, കണ്ണീന്ന് കണ്ണീരൊക്കെ വന്നെങ്കിൽ മാറിയിരി. അടുത്ത് എന്തിനാണ്? ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഓംപ്ലേറ്റ് പാട്ടാണ്. എന്റെ കയ്യില് ഒരു മുട്ടയുണ്ട്, എന്നിട്ട് ഞാൻ പൊട്ടിച്ച് ഗ്ലാസ്സിലിട്ടു. ഗ്ലാസ്സിൽ ഇട്ടപ്പോൾ ഞാൻ പുറത്ത് ഉള്ളിട്ടു, എന്നിട്ട് ഞാൻ പച്ചമുളകിട്ടു. കുറിയറിഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നീ കൊറേ ആലോചിക്കുന്നുണ്ട്. ഉപ്പാണ് കുറച്ച് ഇട്ടതെന്ന് ഒന്ന് കലക്കി കൊടുത്തപ്പോൾ ചട്ടിയിലിട്ടു, എന്നിട്ട് ചുറ്റുമുളകും കൂടെ കൊച്ചിയിട്. ഞാന് അത് ഓംപ്ലേറ്റ് ആയി. എന്നിട്ട് ഞാന് പ്ലേറ്റിലിട്ടു. കൊഞ്ഞണം കുത്തണം, അടിച്ചു പറ്റിച്ചേ. ഓക്കെ. ഓഹോ, എന്നും പറയാനിരിക്കുന്നു. അപ്പനെ കുറിച്ച് കുറിച്ചിട്ട് ഇടിക്കണം അല്ലെങ്കിൽ കേസ് കൊടുക്കും ഞാൻ, മനസ്സിലായോ? കാരണം ആധാർ കാർഡിൽ പേരുണ്ട്, റേഷൻ കാർഡിൽ പേരുണ്ട്, പിന്നെ SSLC ബുക്കിൽ പേരുണ്ട്, അപ്പന്റെ പേരുണ്ട്, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലും പേരുണ്ട് അപ്പന്റെ അമ്മയുടെ. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ഓരി ഉണ്ടെങ്കിൽ കുറച്ച് പച്ചരി വാങ്ങിയില്ല, വായനാണെങ്കിൽ വീട്ട് ബാക്കി പൊന്നി നീ കേൾക്കാൻ വയ്യ. അവന്റെ ഓരി സ്വന്തം അപ്പനെ ഇടിക്കണോന്നൊക്കെ പറഞ്ഞ ഈ ബോധമില്ല. 594 എന്ന അക്കൗണ്ടിലേക്ക് കയറും. കയറില്ലെങ്കിൽ അത് നമുക്ക് കാലശേഷം അല്ല, മുന്നേ തന്നെ എഴുതി പഠിക്കണം. കാരണം അത്രയൊന്നും ഇറക്കിടുന്നില്ലല്ലോ, ഓഹരിയല്ലേ വയ്ക്കുന്നുള്ളൂ. ഓഹരി 10-30 ലക്ഷം രൂപ തന്നാൽ നമ്മള് ഹാപ്പി. അതെന്തായാലും കിട്ടും, നല്ല ഉറപ്പാണ്, എനിക്ക് കിട്ടാനുള്ള പൈസയാണ്. അപ്പൊ നമ്മുടെ പെണ്ണ് വീട്ടുകാർ പേടിക്കേണ്ട ആവശ്യമില്ല. പെണ്ണ് എന്താ പറയാ, കഷ്ടപ്പാടൊന്നുമില്ല, സന്തോഷിക്കും, ഉല്ലസിക്കും, ഹാപ്പി ആവും. ഇപ്പൊ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഉല്ലസിച്ച് ജീവിക്കാം. ഡെയിലി ബിരിയാണി കഴിക്കാം, ഷവർമ കഴിക്കാം, കുഴിമന്തി കഴിക്കാം, പൊറോട്ട കഴിക്കാം, അങ്ങനെ പല രീതിയിലും. സ്വന്തം അപ്പനെ ഇടിക്കണ കാര്യം ഒന്ന് പബ്ലിക് മീഡിയ പറയണം. അത് ബാക്കി നിന്നൊരു ചോണപ്പൊട്ട ചകരി തലയാണ്ട തേങ്ങാ പോലെ അവനൊക്കെ ഇന്റർവ്യൂ വിളിക്കണം. ഓരോന്നോണം അടിച്ചു പൊട്ടിച്ചു ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. ഇതിനേക്കാണ് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണം ഓരോ ഷോയ്ക്ക് വേണ്ടിട്ട്. അടി ഇതേപോലെ കഞ്ചാവില്ല, ഇതെന്തോ പട്ടിവാണമാണാ വിളിക്കണത്. നമസ്കാരം. നമ്മളെ ഈ പുതിയ ഇതിൽ വരുന്ന ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയാല് ഞാനും മിഥുനണ്ണനും തീർച്ചയായിട്ടും പോകും. എന്താണ് മിഥുനെ, ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എനിക്ക് ഉമേഷ് ചേട്ടനും ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ട്. എന്തായിരുന്നാലും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ബിഗ് ബോസിൽ എത്തും. അതാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്താണ്, നമ്മുടെ സാധാരണക്കാർക്കുള്ള ഷോയാണ് ഈ ബിഗ് ബോസ്. അപ്പൊ സാധാരണക്കാരായ നമ്മളെപ്പോലെ സാധാരണക്കാരി തന്നെ ഇൻസ്റ്റ ഇൻഫ്ലുവൻസിലേക്കും നമുക്ക് ഈ നമ്മുടെ ഈ ഷോയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വിലയേറിയ സപ്പോർട്ടും അതേപോലെ മാക്സിമം ഏഷ്യാനെറ്റിലേക്കും അതേപോലെ ലാലേട്ടനിലേക്കും എല്ലാവരിലേക്കും നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല സപ്പോർട്ടാ ചെയ്യാം. നമുക്കും എന്താ വെച്ചാല് സാധാരണക്കാരാണ്, ഞങ്ങൾക്കും വരാൻ താല്പര്യമുണ്ട്. ഞങ്ങളിപ്പോ ഒരു നല്ല സെലിബ്രിറ്റിന്റെ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങളെ ചെലിപ്പറട്ടി സപ്പോർട്ടാണ് മുഖ്യം. അപ്പം കാണാം, പൊളിക്കാം. ബിഗ് ബോസ് വേഗം വിളി. ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ കുറച്ച് വികൃതി ഷോകൾ നോക്കാണ്. കഴിവേറി എന്ന് നമ്മുടെ നാട്ടിൽ പറയും. കുറച്ച് കഴിവ് കൂടിപ്പോയതുണ്ട്. പൊരി പൊരി പഴംപൊരി, നല്ല നാടൻ പഴംപൊരി, ചില്ലിക്കൂട്ടിൽ പഴംപൊരി, ബീഫിനൊപ്പം പഴംപൊരി, ചായക്കൊപ്പം പഴംപൊരി, എന്റെ വായിലും ഒരു പഴംപൊരി. അടിപൊളി പഴംപൊരി, വന്നോളി മച്ചാമാരെ കഴിച്ചോളി മൊഞ്ചത്തി, അടിപൊളി പഴംപൊരി. ഹേയ്, കിണ്ണം കാച്ചിയ പഴംപൊരി, നല്ല നാടൻ പഴം.
നന്മയുള്ള ഈ ലോകത്ത് കൊതിയൂറും പഴംപൊരി, നല്ല നാടൻ പഴംപൊരി, പൊരി പൊരി പഴംപൊരി. ഓർക്കാൻ ഓർത്തിരിക്കാൻ നല്ല രുചിയുള്ള പഴംപൊരി, പൊരി പൊരി പഴംപൊരി, നല്ല അസൽ പഴംപൊരി, രോമാഞ്ചം പഴംപൊരി, പൊരി പൊരി പഴംപൊരി. ജയ് ജവാൻ ജയ് കിസാൻ ജയ് ബോലോ പഴംപൊരി. പിഴച്ച പഴം പോയി. എനിക്കൊന്നും പറയാനില്ല. ഓരോന്നൊക്കെ ബ്രോ പറഞ്ഞ കാര്യത്തിൽ ഞാനും യോജിക്കുന്നു. ഒരു ആംബുലൻസ് ഓടിക്കുന്ന വ്യക്തി ആംബുലൻസ് സ്വന്തം ജീവനെക്കാളും അവര് ആ ആംബുലൻസ് കിടക്കുന്ന ആൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞു പോരും പെട്ടെന്ന് എത്തിക്കാനുള്ള വേഗത്തിലായിരിക്കാം. പക്ഷെ എല്ലാരും മാറിക്കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വന്തം പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രാർത്ഥിക്കും. ജീവനെക്കാളും മറ്റൊരു ജീവന് വേണ്ടി പ്രാർത്ഥിച്ച നമ്മളെ ജീവന് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിക്കും. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് ഇങ്ങനത്തെ അപരാധം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ആംബുലൻസ് ഓടിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേണ്ടി ബിഗ് സല്യൂട്ട് ബ്രോ. അത്രയ്ക്കും അവര് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അത്ര ഉൾക്കൊന്നില്ല. ചെറുപ്പം ആ ജീവിച്ച പിഴച്ചു വയ്ക്കുക. ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പാവപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് ബിഗ് ബോസിൽ കയറാൻ വലിയ ആഗ്രഹമുണ്ട്. എനിക്കല്ലെങ്കിൽ കയറാൻ തോന്നുന്നു. ഗൈസ്, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി, വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വീഡിയോ താങ്ക് യു സോ മച്ച്. ബൈ.